ഇന്നെന്താണ് പരിപാടി? ഇന്ന് നമ്മൾ രാത്രി വാഴക്ക് നൈറ്റ് ലൈഫിൻ തെങ്കാശിയിലെ. അതെ, തെങ്കാശിയിലെ രാത്രികാല കാഴ്ചകൾ കാണാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തെങ്കാശിയാണ്. ആസ് യൂഷ്വൽ എന്നത്തെ പോലെ തെങ്കാശിയിലാണ്. നമ്മളെന്ത് ചെയ്യാതെ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ അതെ രാത്രി വാഴക്ക് തമിഴിൽ പറഞ്ഞാൽ നൈറ്റ് ലൈഫ് ഇൻ തമിഴ്നാട് കേട്ടോ. തമിഴ്നാട്ടിൽ തെങ്കാശിയാണ്. കുറേ നാളിന് ശേഷം വീണ്ടും ഒന്ന് രാത്രി ഒന്ന് ഇറങ്ങാൻ വേണ്ടി തിരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് തെങ്കാശിയിലെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. അല്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. സ്ട്രീറ്റ് ആണ്, രണ്ട് സൈഡിൽ കുറെ കടകളും ഉണർന്നത്. ഇവിടെ രാത്രിയാണ് മെയിൻ. നമ്മളെ കേരളത്തിലേക്കാളും കൂടെ നൈറ്റ് ലൈഫാണ് ഇവിടെ കൂടുതൽ. അടിപൊളിയാണ്. ഇവിടെ അങ്ങ് ഉണർന്നിരിക്കുകയാണ്. ഇതുണ്ടോ, നമ്മളിപ്പോൾ സ്ട്രീറ്റിലേക്കൂടെ നടന്നു പോവാണ്. ഇതൊക്കെ കടകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് നമ്മളെ തെങ്കാശിയിലെ അമ്പലമില്ലേ, തെങ്കാശിയിലെ അമ്പലവും ഇവിടുത്തെ കച്ചവടവും പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളും അല്ലേ, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പ്രോഗ്രാം. ഇങ്ങോട്ടോ എത്ര 550 ആണോ? അതുകൊണ്ടോ ഇവിടെ രാത്രി നല്ല രസമാണ്. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകണം. ഇവർക്ക് രാത്രി കടകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേടിക്കത്തൊന്നുമില്ല, ചുമ്മാ കണ്ടാൽ മതി കേട്ടോ. ചുമ്മാ കാണാനുള്ള പരിപാടിയാണ്. അപ്പം ഇങ്ങനെ ഇവിടെ വൈകുന്നേരം സമയം ആയതുള്ളൂ, 7:30 ആയതുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ കേൾക്കുന്നില്ല ഇവിടുത്തെ മറ്റേ TVS വണ്ടിയുടെ ബഹളം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാട്ടോ. നീ ഡ്രൈവിംഗ് പഠിച്ച വണ്ടിയാണല്ലേ? എന്താ പറയാമെന്ന്, നമ്മളിപ്പോ കൊല്ലത്താണെങ്കിൽ തന്നെ നമ്മൾ രാത്രിയിലൊരു ചുമ്മാതാണല്ലേ വീഡിയോ ഒന്നും എടുക്കില്ലേ പോലും ഒരു യാത്രയില്ല, അതൊരു പ്രത്യേക സന്തോഷമാണ്. അത് ഇങ്ങനെ ഒരു ലൈറ്റ് വെട്ടവും ആൾക്കാരും ഓക്കെ ആയിട്ട് രാത്രി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അധികം രാത്രിയൊന്നും പുറത്തിറങ്ങാത്ത ആളാണ്. ഇപ്പം എൻ്റെ കൂടെ കൂടി ഇപ്പം ഫുൾ ടൈം രാത്രിയൊക്കെ കറക്കമാണ്. ഞങ്ങൾ കൊല്ലത്താണെങ്കിലും രാത്രിയും ഫുൾ ടൈം കറക്കമാണ്. സോ നമ്മൾ കുറച്ചുകൂടി ക്രൗഡ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകാം അല്ലേ. വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തണം. 1win എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഗെയിം കളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഗെയിം കളിച്ച് എങ്ങനെ ഇതിനകത്ത് പൈസ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഗെയിം എന്ന് പറയുന്നത് ലക്കി ജെറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം, അതായത് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ ഇവിടെ കൊടുത്തേക്കാം. ആദ്യം നമ്മൾ ഇതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് നമ്മളെ Paytm UPI ഒക്കെ ID ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ജെറ്റ് കാണാം. ഈ ജെറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ എത്ര രൂപ നമ്മൾ ബെറ്റ് വയ്ക്കുന്നു, അതാണ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെയിമിൽ എങ്ങനെ നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് 1500 വെച്ച് 3000 രൂപ നമ്മൾ ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പിക്കപ്പ് കൊടുക്കാം. പിക്കപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ജെറ്റ് എത്ര നേരം ഉണ്ടെന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പോയിന്റ്സ് കൂടി വരുവാണ്. ജസ്റ്റ് വെയിറ്റ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ 5520 രൂപയാണ് നമുക്ക് ഈ ഒരു ഗെയിമിലൂടെ നമുക്ക് കിട്ടില്ല. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ Paytm അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊരു പ്രൊമോ കോഡ് ഉണ്ട്. ആ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1win നിങ്ങൾക്ക് 25,000 വരെ ഈ ഗെയിം കളിക്കാനുള്ള ക്യാഷ് നിങ്ങളുടെ ഗെയിം അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കഴിഞ്ഞു. 5526 രൂപ നമ്മളെ Paytm അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടോ, ഇവിടെ അപ്പുറത്തെന്ന് പറയുന്നത് തെങ്കാശിയിലെ ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്തുള്ള കോവിൽ. കോവിലോ ക്ഷേത്രം. തമിഴ്നാട്ടിൽ വന്ന കോവിലടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. പിന്നെന്ന് പറയുന്നത് അല്ലേ, എന്നാലും പറയത്തൊക്കെ ഭയങ്കര തിരക്കൊന്നുമില്ല. ആണോ? ഭയങ്കര തിരക്കുണ്ട്. കാണാം ഇവിടുത്തെ മെയിൻ കാര്യം അറിയാമല്ലോ. നിനക്ക് വേണം, എനിക്ക് മുല്ലപ്പൂ വേണം. മുല്ലപ്പൂ ഒക്കെ ഇട്ടിട്ട് നൈറ്റ് ലൈഫ് എടുത്താൽ പണിയാവോ? നാളെ രാവിലെ ഞങ്ങള് അതായിരിക്കും നല്ലത്. അല്ലാതെ രാത്രി ഇപ്പൊ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുള്ള നൈറ്റ് ലൈഫ് വേണ്ട. സ്ലൈഡൊന്നുമില്ല, അപ്പൊ പിന്നെ ശരിയാത്തില്ല. തെങ്കാശിയൊക്കെ നല്ല രീതിയിൽ വികസനം ഉണ്ടോ? നാളെ തിരുമലക്കോവിൽ ഞങ്ങൾ നാളെ രാവിലെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മേടിക്കും. അമ്പലം. അപ്പം ആ അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. ഇവിടെ നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു അമ്പലമുണ്ട്. അവിടെ നല്ല രസമാണ് കേട്ടോ. രാത്രിയൊക്കെ അടിപൊളിയാണ്. ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫുൾ ഉണർവാണല്ലേ, നമ്മുടെ കേരളത്തെ പോലെയല്ല. ഇവിടെ നമ്മളൊക്കെ കടയൊക്കെ നടത്തുന്നതും എന്തെങ്കിലും ഇതുപോലെ ഓട്ടോക്കാരാണെങ്കിലും ആരും അനങ്ങത്തില്ല, വേണമെങ്കിൽ വന്ന് വിളിക്കും. ബസ്സിലായാലും അങ്ങനെ ഭയങ്കര ഇങ്ങോട്ട് വിളിക്കും. ബിസിനസ് മൈൻഡാണ് അവർക്ക് എന്നുള്ള ആ ഒരു ഇത് തന്നെ. അത് ഏത് പ്രായക്കാരാണേലും
എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ? ചെറുപ്പക്കാരാണേലും എല്ലാ ജോലിയൊക്കെ ചിലർക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നാണക്കേടായിരിക്കും ഇങ്ങനെ കൈ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യാനൊക്കെ. ഇവർക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയം. ഓ, തമിഴ്നാടിനെ കുറിച്ച് മൊത്തത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മളെ അമ്പലത്തിന്റെ ഫ്രണ്ടിലിട്ട് കണ്ടോ ഇല്ലേ, ശിവക്ഷേത്രമാണ്. അതായത് ഈ ഒരു തെങ്കാശിയിലെ ഒരു ഐഡന്റിറ്റിയാണ് ഈ ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് അല്ലേ? നീ ഇപ്പോഴല്ലേ കാണുന്നത്? ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് കാണുന്നുണ്ടോ? ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷെ രാത്രിത്തെ ഒരു കാഴ്ച ഇവിടെ അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നിൽക്കാടി കേട്ടോ. നോക്കിയോ, രാത്രി നോക്കിയോ, നോക്കി എത്ര ആൾക്കാർ നോക്കി അവിടെ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാലോ. ഒരുപാട് നോക്കിയാ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാലുണ്ടോ, ആർക്കും ഹെൽമെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഇങ്ങനെ പറന്നു പോവാണ്. നമ്മൾ വേണം സൂക്ഷിച്ച് നടക്കാൻ. വലിയ രീതിയിലുള്ള ആക്സിഡന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി വരുമെന്ന്. നോക്കി കണ്ടൊക്കെ നടന്നാൽ കൊള്ളാം. ഇതാ ഇവിടെയാണ് നമ്മളെ അമ്പലത്തിന്റെ എൻട്രൻസ് കണ്ടോ. എൻ്റെ അമ്മ അടിപൊളി കേട്ടോ. ശിവക്ഷേത്രമാണ്. ഇവിടെ വന്ന ഉടനെ ആദ്യം നമ്മൾ കാണുന്നുണ്ട് പൂ. മുല്ലപ്പൂവാണ് ഇവിടുത്തെ മെയിൻ അല്ലാണോ? മുല്ലപ്പൂവാണ് ഇവിടുത്തെ മെയിൻ. നോക്കി ആ വെറൈറ്റി അല്ലേ ശിവൻ. അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടോ രണ്ട് നല്ല മുട്ടൻ പശുവൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ചെരുപ്പൂരി ഇടണം അല്ലേ? ഇല്ല ഇവിടെ ചെരുപ്പിടുന്ന കുഴപ്പമില്ലെന്ന്. എന്നാലും ഒരു അകത്തോട്ട് കയറുമ്പോഴേ ഉള്ളൂ ചെരുപ്പൂരുണ്ട്. ഇവിടെ ചെരുപ്പിടാം. നേർച്ച പറയുന്ന ആവാൻ വഴിയില്ല. അങ്ങനെ ഉണ്ട്. ഇതിവിടെ അഴിച്ചുവിടുന്ന കാളയാന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കണ്ടോ. 1 2 3 4 പശു. കാളയാണോ? 4 കാള. 4 കാള അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ടോ. നല്ല വലിയ ഗോപുരം കാണാം. ഈ ഗോപുരത്തിന്റെ എന്താ കാറ്റല്ലേ ഇവിടെ. അടിപൊളി വൈബാട്ടോ. നോക്കിയാ നിങ്ങൾ നോക്കിയോ, ഞാൻ കാണിച്ചേ. നമ്മളവിടെയൊക്കെ അമ്പലങ്ങളിൽ എല്ലാവരും വന്ന് തൊഴുതിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് പോകും അല്ലേ? ഇവിടത്തെ ഉണ്ടോ ആൾക്കാരുണ്ടോ ഇവിടെയൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് രസിച്ച് എല്ലാവർക്കും ഒരു കൂട്ടായ്മയോടെയൊക്കെ നിന്നതാണ്. ഇപ്പുറത്ത് നോക്കും കേട്ടോ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് എല്ലാവരും ഇവിടെ വട്ടം കൂടിയൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ഇവിടെ ഉണ്ടോ. മൊത്തത്തിൽ ആൾക്കാർ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. ഭയങ്കര ആഘോഷമായി. അതെ അതെ, കേരളത്തിലൊക്കെ ഭയങ്കര ഇച്ചിരി ഇതാക്കി. കേരളം കുറച്ചും കൂടി ഗമയാണ് അല്ലേ? അതൊക്കെ മാറി ആൾക്കാർ ഒരുപോലെ എല്ലാവരും ഈക്വൽ ആണ് ഇവിടെ അല്ലേ? അതെ അതെ, അത് കാണാൻ പറ്റും കണ്ടോ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. അവർക്ക് കഥ പറയുന്നത് മെയിൻ ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ തെങ്കാശിയുടെ ഐഡൻറ്റിറ്റി ആയ ശിവക്ഷേത്രമാണിത്. നല്ല വലിയ ഗോപുരമാണ്. അടിപൊളി അല്ലേ? ഇപ്പുറത്തൊക്കെ ഓരോരോ കടകളുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു രസമല്ലേ? സാമ്പ്രാണിത്തിരിയുടെ മണം, കാറ്റ്, നല്ല കാറ്റാണ്. പക്ഷെ ഇപ്പം ചെറിയ മഴ പൊടിക്കുന്നു കേട്ടോ. നമ്മളെ കേരളത്തിൽ മഴ പെയ്യുമ്പോഴാണ് ഇവിടെ മെയിനായിട്ട് മഴ പെയ്യുന്നത്, നല്ല വെള്ളം വരുന്നത്. അതായത് നമ്മുടെ കുറ്റാലത്ത് വെള്ളം വരുന്നത് കേരളത്തിൽ മഴ നടക്കുന്നതിന്റെ ഒരു ചെറിയ പൊട്ടുപൊടിയൊക്കെ. അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ ചെറുതായിട്ട് പൊടിക്കും. കേരളത്തിൽ കാറ്റടിക്കാൻ തുടങ്ങി അല്ലേ? നിന്റെ മുടി നോക്കിയാൽ അറിയാൻ പറ്റും ക്യാമറയിൽ കാറ്റുണ്ടോ ഇല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്കൂടെയൊക്കെ ഒന്ന് നടക്കാം. അങ്ങോട്ടേ സ്ട്രീറ്റൊക്കെ ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റൊക്കെ ഉണ്ട്. രാത്രി ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നടക്കാം. എന്നാലും ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. കേരളത്തിലെ മഴ അവസാനം നമ്മളെ തെങ്കാശിയിലെത്തി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കമ്മൽ നോക്കാം. ഓട്ടം, കമ്മൽ കണ്ടപ്പോഴത്തെ ഓട്ടം. എന്തായാലും എനിക്കൊരു ഭാഗ്യമുണ്ട്. ആതിര എന്താ പറയുക, സ്വർണം വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കമ്മലുകളൊക്കെ മതി അല്ലേ? എനിക്ക് സ്വർണ്ണം എന്താ ഇഷ്ടമല്ലാതെ? പൗഡർ പോലും ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ആതിര കേട്ടോ. ആതിര അതുപോലെ തന്നെ നമ്മളെ എന്താ ബ്യൂട്ടി ക്യാമൊന്നും യൂസ് ചെയ്യാറില്ല അല്ലേ? വളരെ നാച്ചുറലാണ്. നോക്കണേ കണ്ടോ, ഇവിടെ കണ്ടോ, ഇതെല്ലാം ചെറിയ ചെറിയ കമ്മലാണ്. 50 രൂപ എല്ലാം 50 60 ആ ഒരു റേഞ്ചിലുള്ള. ഇതൊക്കെ പെണ്ണുങ്ങൾക്കേ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ. നോക്കിയേ, ഗോൾഡിന്റെ കളറല്ലേ, അത് വേണോ? നാളെ ഞങ്ങൾ ധാവണിയൊക്കെ കൊടുത്ത് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചേരും തോന്നല്ലേ? അതെടുത്ത് വന്നോ? നാളെ ഞങ്ങൾ ധാവണിയൊക്കെ കൊടുത്തൊരു അമ്പലത്തിൽ പോകുന്നുണ്ടല്ലേ, തിരുമല കോവിലിൽ. നാളെ ഇത് മതിയോ? ഇത് മാത്രം മതിയോ? ഇത് കൊള്ളാം അല്ലേ? ഹച്ചോ ബൈ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങളിവിടെ കുറേ നേരം കൊണ്ട് കറങ്ങും കേട്ടോ. എന്തോ വല്ല ഭക്ഷണം കഴിക്കാൻ. ഇവിടെ വടയും ചായയാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം അല്ലേ? എവിടെ നടന്നിട്ട് ഒരു തട്ടുകട ടൈപ്പോ അങ്ങനത്തെ ഒരു വെറൈറ്റി ഫുഡൊന്നും കിട്ടുന്നില്ല. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ വടയും ചായയും തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? കാരണം ഇവിടെ വടയും ചായയാണ് ഇവിടെ. ഏത് പാതിരാത്രിക്കായാലും തമിഴ്നാട്ടിലുള്ളവർ
വടയും ചായ. മഴച്ചാറ്റിലുള്ളതുകൊണ്ട് എല്ലാരും വീട്ടിൽ പോവുക. ഇന്ന് നേരത്തെ ഒതുക്കുവാണ് കേട്ടോ. അപ്പൊ വടയും ചായയാണ് ഇവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ കഴിക്കുന്ന ഫുഡ്. അല്ലെങ്കിൽ പിന്നെ സാധാ ദോശ. തമിഴ്നാട്ടിൽ പിന്നെ അങ്ങനെയാണല്ലോ, വട, ചട്നി, സാമ്പാർ. അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ദോശ വേറെ ദോശ, അല്ലെങ്കിൽ ചോറ്, അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു തട്ടുകട കിട്ടുന്ന ഒരു വെറൈറ്റി നോക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. ഞങ്ങൾ ഈ അമ്പലത്തിന്റെ ഇത് തട്ടുകടയല്ലേ, ഇത് കപ്പലണ്ടിയാ. ഇവിടെ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ കുറെ കറങ്ങി, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു ഈ മഴയുടെയാന്ന് തോന്നുന്നു, എല്ലാരും വീട്ടിൽ പോവാണ്. നോക്കാം നമുക്ക്. നമ്മളെ തെങ്കാശി അമ്പലത്തിന്റെ നമ്മൾ എത്ര വട്ടം മരം വെച്ചു അമ്പലത്തിന് ചുറ്റും നേർച്ചയുള്ള പോലെ. ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പിയിട്ട് 4 വട്ടം നടന്നു കേട്ടോ. ഹോട്ടലൊന്നുമില്ല. ഹോട്ടലുണ്ട്, തട്ടുകട സെറ്റപ്പ് എവിടെയും കണ്ടില്ല, നമ്മൾ കണ്ടില്ല. ഇനി നമ്മളിവിടെ ഉണ്ടോ, ഇവിടെ വരുന്നേക്ക് നമ്മളുണ്ട് ചെറിയൊരു കട ഉണ്ട്. ഇവിടെ എന്താ സ്പെഷ്യല്? ഇഡലിയും ചമ്മന്തിയും, മറ്റേ മെയിനായിട്ട് വട ആണോ? നോക്കാം നമുക്ക്. ഇവിടെ ഉള്ള ഇഡലിയാണ്. നമുക്ക് ഇഡലി വാസ്തു മേടിക്കാം. തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. ഇഡലി പറ ഇഡലിയെങ്കിൽ ഇഡലി. ഇന്ന് തൽക്കാലം നമുക്ക് ഇഡലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഹെവി ആയിട്ട് ഇഡലി ഉണ്ട്. അങ്ങോട്ട് അടി ഇവിടെ ഉണ്ടോ? ആണോ പറഞ്ഞോ. ഇഡലി ഉണ്ടാകുന്ന ഇഡലി വാങ്ങിച്ചോ. ഇവിടെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡലിയും. ഇതിൻ്റെ എന്നെ വട എന്നത് പക്കവട. പക്കവട ഇത് ഉണ്ട പക്കവട അല്ലേ? ഉണ്ട പക്കവട തന്നെ ഉണ്ടാകണ്ട. വാങ്ങിച്ചോ, ഇഡലി മേടിച്ചോ. 2 പേർക്ക് ഇഡലി കഴിക്കാം. ഇവിടെ ഇഡലി ഭയങ്കര ഫേമസ് ആണ്, അമ്പലത്തിൽ ചേർന്നതിനാണ്. പറയാം 2 പേർക്ക് ഇഡലി എവിടെ ഉണ്ട്? ഇവിടെ തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതോ. ദോശമാവ്. അണ്ണൻ്റെ പേര് മുരുകണ്ണനാണ് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അല്ലേ? അത് ഇച്ചിരി സ്പേസേ ഉള്ളൂ. ഒരു ചെറിയ സ്പേസിലാണ് ഇവർ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അല്ലേ? ഇതിൽ എപ്പിടി കയറും ഇതുക്കുള്ളേ? ചാടി വരുമോ? ചാടി വരുമല്ലേ? അത് ശരി. ഒറ്റ ടൈമിൽ എത്ര ഇഡ്ഡലി ചെയ്യാൻ കഴിയും? 47 ഇഡ്ഡലി ഒറ്റ അടി. 47 ഇഡ്ഡലി അവരുണ്ടാക്കും കേട്ടോ. വലിയ ഇഡലി ചേട്ടുവാണ്. നമുക്കിന്ന് ഇഡലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ നിനക്ക്. ഞങ്ങൾ നോൺ വെജൊക്കെ സത്യം പറഞ്ഞാൽ നോൺ വെജിനേക്കാൾ നല്ലത് ഇഡലിയൊക്കെ തന്നെ അല്ലേ? അതെ അതെ, നോൺ വെജ് ഇട്ടുവേണേ കഴിക്കാന്ന് വെച്ച് പോയതാണ്. നമുക്ക് ഇഡ്ഡലിയും കിട്ടി. ഇഡ്ഡലിയും നമ്മൾ ട്രാവലിങ്ങിന് സത്യം പറഞ്ഞാൽ ഈ ഇഡലിയൊക്കെ തന്നെ നല്ലത്. ഇതാണ് ഇഡലി. ഇതാണ് സ്പെഷ്യൽ ഉണ്ടവട. ഇതെനിക്ക് ഉണ്ടവട, ഉണ്ടപ്പക്കവട. ഞാൻ ഇട്ട പേരാണ് ഉണ്ടപ്പക്കവട. മെതുപ്പക്കവട. തമിഴില് ഉപ്മാവ. റവയല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റവയിലുണ്ടാവുന്ന. നമ്മളെന്തായാലും ഉണ്ടപ്പക്കവട എന്ന് പേരിട്ടു, പുതിയ പേര്. ഇനി കഴിച്ചോ, ഇഡലി കഴിച്ചോ? ആണോ? ഇഡലിയാണ്, വലിയ സംഭവമൊന്നുമില്ല പറഞ്ഞു. എന്നാലും തമിഴ്നാട്ടിലെ ഇഡലിയും സാമ്പാറും തന്നെ സ്പെഷ്യലാണ് അല്ലേ? ടേസ്റ്റാണ്. ഇവിടുത്തെ നോൺ വെജിനേക്കാളും നല്ലത് വെജാണ് ഇവിടുത്തെ. സൂപ്പർ അല്ലേ? ഇവിടെ നിന്ന് വേണേൽ നമ്മൾ കഴിക്കാനുണ്ടോ? ആൾക്കാരെല്ലാം ഉണ്ടോ നിന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ നിന്നാണ് കഴിക്കുന്നത്. ഇത് റവ തന്നെയാണെന്ന് തോന്നുന്നു. റവ ഞാൻ കഴിച്ചിട്ടോ, എന്താ ടേസ്റ്റ്? അത് സാധാ പക്കവട തന്നെ, അത് ഉരുട്ടിയിരിക്കുവാന്ന് തോന്നുന്നു അല്ലേ? എന്തോ എനിക്കറിയത്തില്ല. അറിയത്തില്ല, മനസ്സിലായില്ല എന്താണ്. എന്തായാലും കുഴപ്പമില്ല. ഇഡലി കഴിക്കുക. എത്ര ഇഡലി ഉണ്ട്? ഇന്നത്തേക്ക് ഇത് മതിയല്ലോ. പുളിയുണ്ട്. ഓക്കെ ഓക്കെ. സാമ്പാറൊക്കെ ഉള്ളതോ? അപ്പം ഞാനും ഒന്ന് കഴിക്കട്ടെ. ഇഡലി ഉണ്ടാക്കുന്നതുണ്ടോടി? അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മധുരം ഉണ്ട് കേട്ടോ അല്ലേ? എത്ര മണി വരെ നിൽക്കാണ്? 9 മണി വരെ. 9 മണി വരെ. കാലിൽ 5 മണിക്കോ? எப்படி இருக்கு இட்லி வடை சாம்பார் சட்னி? நல்லா இருக்கு. இது
പക്കാവട അല്ല ഇത്, ഇതൊരു ബോണ്ട പോലെ അല്ലേ? പക്കാവട എന്ന് പറയുന്നത് പക്കാവട എന്ന് പറഞ്ഞാലും അകത്തൊക്കെ ഉണ്ട് മാവ് കാണാണ്ടോ. ആക്ച്വലി പക്കാവട ആകുമ്പോൾ നമ്മള് പക്കയായിട്ടിരിക്കത്തില്ലേ, ആ എന്തായാലും ഒരു വെറൈറ്റി ഒരു സാധനമാണ്, കൊള്ളാം. ബാക്കിയൊക്കെ നോർമലാണ്, ഇഡ്ഡലി കൊള്ളാം, നല്ല സോഫ്റ്റ് ഇഡ്ഡലി. പക്ഷെ എനിക്കൊരു മധുരം ഫീൽ ചെയ്യുന്നു കേട്ടോ, കറിക്കൊരു മധുരമുണ്ട്. ദോശയിൽ നിന്ന് അല്ലേ വേറൊരു കടയിൽ വന്ന് ഇവിടുത്തെ ചായ ആണ് ഇത്. ആ വെറൈറ്റി ഗ്ലാസ്സാണ്, വെറൈറ്റി ഗ്ലാസ്സാണ്. ആ ചായ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചായയാണ്. തമിഴ്നാട്ടിലെ ചായ വേറെ ലെവലാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ചായ കുടിച്ചിട്ട് വീടുവാ, അത്രേ ഉള്ളൂ. ചായം കുടിച്ച് പിരിയുകയാണ് എന്ന് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന റൂം അപ്പുറത്താണ്, ഞാൻ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ചായം കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. തെങ്കാശി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാനോ ഭയങ്കരമായ നൈറ്റ് ലൈഫുള്ള സ്ഥലമൊന്നുമല്ല, ഒരു നോർമൽ സ്ഥലമാണ്. ഇപ്പോൾ സമയം 9:30 എന്നാലും ഒരു ചെറിയ തിരക്കൊക്കെ ഉണ്ടല്ലേ? നോർമൽ തിരക്കാണ്. അതാ ഈ നോർമൽ ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ വന്നു പോകുന്നത്, ടൂറിസ്റ്റുകളൊന്നും അധികം വരുന്നത് രാത്രിയൊന്നും ഇല്ല. രാത്രിയൊന്നും ഇവിടെ വലുതായിട്ട് ആൾക്കാരില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അല്ലേ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതാണ് ഞങ്ങൾ അല്ലേ തട്ടിക്കൂട്ടി നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.